ചെമ്മീൻ വറുത്താൽ ഇഷ്ടമല്ലാത്തവരാരാ ഉള്ളത്? ചെമ്മീൻ ബിരിയാണി ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? ചെമ്മീൻ തോരൻ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ചെമ്മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വെക്കേണ്ട രീതിയിൽ വച്ച് കഴിച്ചാൽ എന്താ സ്വാദെന്നറിയോ. പക്ഷെ വേദയ്ക്ക് ഇഷ്ടമല്ല, വേദയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വേദ ചെമ്മീനൊന്നും കഴിക്കത്തില്ല കേട്ടോ. വേദ മീൻ ഐറ്റംസിൽ ആകെ കൂടി കഴിച്ചുകൊണ്ടിരുന്നത് ചെമ്മീൻ ഞണ്ടും ഒക്കെയാണ് കേട്ടോ. മറ്റതൊക്കെ കഴിക്കില്ല എന്നല്ല, ഞാൻ നിർബന്ധിച്ചെടുത്ത് കൊടുത്താൽ കഴിക്കും, ഇതും നിർബന്ധിച്ച് കൊടുത്താൽ കഴിക്കും. പക്ഷേ ഇഷ്ടത്തോടെ കഴിച്ചുകൊണ്ടിരുന്നത് ചെമ്മീനാണ്. ഇപ്പോൾ കഴിച്ചാണെന്ന് തോന്നുന്നു. വേദയ്ക്ക് ഒരു സാധനം ഇഷ്ടമെന്നുണ്ടാലും പിന്നെ നമ്മൾ അത് തന്നെ വാങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. കഴിച്ച് ആ കൊച്ചിപ്പോൾ ചെമ്മീനൊന്നും കഴിക്കത്തില്ല. അതുപോലെ ഇന്ന് ആദ്യാക്ഷരം കുറിച്ച് എല്ലാ കുഞ്ഞുമക്കൾക്കും, ആദ്യാക്ഷരം എന്നല്ല, പുതിയ ഏതൊരു മേഖലയിൽ വന്ന തുടക്കം കുറിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ ആൻറ്റിയുടെയും വേദയുടെയും നമ്മുടെ ഫാമിലിയുടെയും ഒരായിരം ആശംസകൾ കേട്ടോ. ദേ അതിനിടയ്ക്ക് ചെമ്മീനെല്ലാം റെഡി ആയിട്ടോ. അമ്മ ഒരു ഫ്രൈ റോസ്റ്റ് പോലെയൊക്കെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും വേദ കഴിക്കത്തില്ല, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പൂജ വയ്ക്കുന്ന വേദ ഇതൊന്നും കഴിക്കത്തില്ല കേട്ടോ. വേദ ഇനി പൂജയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വെജിറ്റേറിയൻ ആകത്തുള്ളൂ. ഞാൻ ഫുൾ റിലാക്സ് മോഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. മറ്റേത് വന്നാൽ വേദ ഉടനെ അതർവയെ വിളിക്കും കേട്ടോ. അതർവ സമയം ഉണ്ടെങ്കിൽ വരും. അപ്പോൾ ഇന്നിപ്പോൾ പഠിക്കാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേരും കൂടി വന്ന് മറിയാണ്. ശരിക്കും പറഞ്ഞാൽ അതർവ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ഞാൻ അയച്ച മെസ്സേജ് കണ്ടത്. മോളെ നമ്മളിവിടെ ഉണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതർവ ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ടത്. ഉച്ചയ്ക്ക് ശേഷം അതർവ വന്നിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അച്ഛൻ വേദയും അതർവയും കളിപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് തമാശയൊക്കെ പറഞ്ഞ് കളിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് അതർവയോ വേദികയോ ദിയയോ ആരെങ്കിലുമൊക്കെ വന്നാൽ ഇതുപോലൊരു റീൽസ് എടുപ്പ് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേത് പാട്ടിനാണ് റീൽസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ വേദയുടെയും അതർവയുടെയും റീൽസ് എല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മയുടെ വക ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട് കേട്ടോ. ഇത് ഞാൻ അമ്മയ്ക്ക് വസ്ത്രം എന്ന് കൊടുത്ത സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ 2 പീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പോകുന്നെങ്കിൽ പോട്ടെ, ഈ സാരി ഉടുത്തിട്ട് 2 വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് നിർത്തി. ഭയങ്കര മോഡലാണ് കേട്ടോ. ഞാൻ മോഡലാവണമെങ്കിൽ എനിക്ക് ഡിമാൻഡ്സ് ഉണ്ട്. ടൈമെല്ലാം സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടൊക്കെയാണ് സാരിയൊക്കെ ഉടുപ്പിച്ച് ഇറക്കിയത് കേട്ടോ. അങ്ങനെ അമ്മയുടെ വകയും ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടിരുന്നപ്പോഴേക്കും ദേ ചീമ വന്നിട്ടുണ്ട്. ചീമ ഞാൻ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ഗോഷ്ടിയും കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഫോട്ടോ അല്ല വീഡിയോ എടുക്കുകയാണെന്നുള്ളത്. അമ്മയാണെങ്കിൽ പിന്നെ പറയണ്ട, ബിഗ് ബോസ് തുടങ്ങിയാൽ പിന്നെ അതിൽ ലയിച്ചിരുന്ന് അങ്ങ് കാര്യമൊക്കെ പറയുകയാണ്. ഇത് എന്നെ എന്തോ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മയ്ക്ക് രാത്രി ആയാലും ഉറക്കമില്ലാത്തതിന് അത്രയും ബിഗ് ബോസ് പ്ലസ് ഹോട്ട്സ്റ്റാറിലെ ബിഗ് ബോസ് ഇതെല്ലാം കണ്ടിട്ട് അമ്മ കിടക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ടും ഉറക്കം വരത്തില്ല. എന്നാലും ബിഗ് ബോസ് ആണ് അമ്മയുടെ മനസ്സിൽ ഫുള്ളുള്ളത് കേട്ടോ. അത് ഇതെന്നല്ല, ഏത് സീസൺ തുടങ്ങിയാലും അമ്മ ബിഗ് ബോസിൻ്റെ ഭയങ്കര ഒരു അഡിക്ഷൻ ഉള്ള ആളാട്ടോ.